മൂസാ നബിയുടെ ചരിത്രം. പ്രവാചകൻ യൂസുഫിൻ്റെ കാലശേഷം ഈജിപ്തിലെ ഭരണാധികാരിയായിരുന്ന ഫറോവ ഇസ്രായേലിയരെ അടിമകളാക്കിയിരുന്ന കാലത്താണ് പ്രവാചകൻ മൂസ ജനിക്കുന്നത്. അക്കാലത്ത് ഫറോവ ഒരു സ്വപ്നം കണ്ടു. ജെറുസലേം നഗരത്തിൽ നിന്നും ഒരു അഗ്നി ഈജിപ്തിൽ ആഞ്ഞടിക്കുകയും അതിൽ ഇസ്രായേലിയുടേതല്ലാത്ത പ്രദേശങ്ങൾ മുഴുവൻ കത്തിച്ചാമ്പലാകുകയും ചെയ്തു. മറ്റൊരു സ്വപ്നം ഫറോവ കണ്ടതായിട്ട് പറയപ്പെടുന്നത് ഇങ്ങനെയാണ്: ഫറോവയുടെ കിരീടം നശിപ്പിച്ച ഒരു ഇസ്രായേലി ബാലൻ, ആ ബാലനെയാണ് സ്വപ്നം കണ്ടത്. അപ്പോൾ ഈ ജ്യോത്സ്യന്മാർ അതേക്കുറിച്ച് ഫറോവയോട് വിവരിച്ചത്, ഇസ്രായേൽ വംശത്തിൽപ്പെട്ട ഒരാൾ ഫറോവയുടെ അധികാരം തട്ടിയെടുക്കും, ഫറോവയെ നശിപ്പിക്കും, ആ ഒരു ബാലൻ ജനിക്കാനിരിക്കുന്നുണ്ട് എന്നാണ് അവർ ഈ സ്വപ്നം വിശദീകരിച്ചത്. അങ്ങനെ ഫറോവ ഉത്തരവിടുകയാണ് ഇസ്രായേൽ വംശത്തിൽപ്പെട്ട എല്ലാ ആൺമക്കളെയും കൊന്നുകളയാനായിട്ട്. അപ്പോൾ ഇത് കണ്ടറിഞ്ഞ അവിടുത്തെ സാമ്പത്തിക ഉപദേഷ്ടാക്കൾ, സാമ്പത്തിക വിദഗ്ധർ ഫറോവയോട് പറഞ്ഞു, ഇങ്ങനെ മാനവ വിഭവശേഷി നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈജിപ്തിൻ്റെ ഭാവി അപകടത്തിലാവും, അതുകൊണ്ട് അത് നിർത്തിവെക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ ശിശുഹത്യ നിർത്തിവെച്ച വർഷത്തിലാണ് ഈ മൂസയുടെ സഹോദരനുണ്ട് ഹാറൂൻ എന്നിവരായിട്ട് ഹാറൂൻ ജനിക്കുന്നത്. ശിശുക്കളെ കൊന്നുകൊണ്ടിരുന്ന ആ വർഷത്തിലാണ് മൂസ ജനിക്കുന്നത്. അപ്പോൾ ഈ കാലയളവിൽ മൂസയുടെ മാതാവ് വളരെ രഹസ്യമായിട്ടാണ് ആ കുട്ടിയെ വളർത്തുന്നത്. അങ്ങനെ ദൈവിക കൽപ്പനപ്രകാരം മൂസയുടെ മാതാവ് ഈ ശിശുവിനെ ഒരു പെട്ടകത്തിലാക്കിയിട്ട് നൈൽ നദിയിൽ ഒഴുക്കുകയാണ്. ആ പെട്ടകത്തിൻ്റെ ഗതി വീക്ഷിക്കാൻ വേണ്ടിയിട്ട് മൂസയുടെ മൂത്ത സഹോദരിയെ മാതാവ് ഏർപ്പാടാക്കുകയും ചെയ്തു. അങ്ങനെ ഈ പെട്ടകം രാജകൊട്ടാരത്തിനടുത്തുള്ള ഒരു തീരത്ത് ചെന്ന് അണഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന തോഴിമാർ ഈ പെട്ടകം ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് എടുത്തുകൊണ്ട് പോവുകയും ഈ ഫറോവയുടെ ഭാര്യയായ ആസിയ ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി. ഈ കുട്ടിയെ എങ്ങനെയെങ്കിലും വളർത്തണം, കാരണം അവർക്ക് കുട്ടികളില്ലായിരുന്നു. അങ്ങനെ ഫറോവയോട് ഈ കുട്ടിയെ വളർത്താനും എന്നവരാവശ്യപ്പെട്ടു. ഫറോവ അത് അംഗീകരിക്കുകയും ചെയ്തു.